114 മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങുവാനുള്ള പദ്ധതി ഇന്ത്യ പരിഷ്കരിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. 114 എണ്ണത്തിന് പകരം 60 റഫാൽ വിമാനങ്ങൾ വാങ്ങിയേക്കും. യുദ്ധവിമാനങ്ങൾ കുറയുന്ന പ്രതിസന്ധി നേരിടുന്ന വ്യോമസേനയ്ക്ക് ലക്ഷ്യമിട്ടതിലും കുറച്ച് വിമാനങ്ങൾ വാങ്ങുവാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ളത്. ഇന്ത്യയുടെ തദ്ദേശീയ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് യാഥാർത്ഥ്യമാകുന്നതുവരെ വ്യോമസേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ആയുധ സംഭരണത്തിനാണ് നീക്കം. ഇതിനൊപ്പം റഷ്യയിൽ നിന്നോ യുഎസിൽ നിന്നോ 5ാം തലമുറ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വാങ്ങിയേക്കും. ആഗോള ടെൻഡർ വിളിച്ച് അതിൽ വിജയിക്കുന്ന കമ്പനിക്ക് യുദ്ധവിമാനത്തിനുള്ള ഓർഡർ നൽകാനാണ് പഴയ പദ്ധതി. ഇതിനു പകരം നേരിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇടപാടായി യുദ്ധവിമാനങ്ങൾ വാങ്ങിയേക്കും. ഇത് മിക്കവാറും റഫാൽ യുദ്ധവിമാനങ്ങളാണെന്നാണ് സൂചന. നിലവിൽ 36 റഫാൽ യുദ്ധവിമാനങ്ങൾ വ്യോമസേനയ്ക്കുണ്ട്. ഇതിനൊപ്പം 60 എണ്ണം കൂടി വരുന്നതോടെ 96 യുദ്ധവിമാനങ്ങളാകും. നിലവിലുള്ള 2 റഫാൽ സ്ക്വാഡ്രോൺ എന്നത് 4 സ്ക്വാഡ്രോണായി ഉയരും. ഫ്രാൻസിലെ ദെസെ ഏവിയേഷൻ എന്ന പ്രതിരോധ കമ്പനിയാണ് റഫാലിന്റെ നിർമ്മാതാക്കൾ. ഇവരിൽ നിന്ന് 60 റഫാൽ F4 വിമാനങ്ങളാകും വാങ്ങുക. എന്നാൽ 110 എണ്ണമെങ്കിലും ഓർഡർ ചെയ്താലേ ഇന്ത്യയിൽ അസംബ്ലി ലൈൻ തയ്യാറാക്കൂവെന്നും അല്ലെങ്കിൽ അത് സാമ്പത്തിക നഷ്ടത്തിനിടയാക്കുമെന്നും ദെസെ മുമ്പ് വ്യക്തമാക്കിയിരുന്നു. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിലൂടെ വിമാനങ്ങളുടെ പ്രവൃത്തി പരിചയം വ്യോമസേന പൈലറ്റുമാർക്ക് ലഭിക്കും. അത് AMCയുടെ ഫലപ്രദമായ ഉപയോഗത്തിന് വഴിതെളിക്കുമെന്നും കരുതപ്പെടുന്നു. എന്നാൽ ഏത് രാജ്യത്തു നിന്ന് 5ാം തലമുറ വിമാനം വാങ്ങുമെന്ന് വ്യക്തമല്ല. നിലവിൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നോ യുഎസിൽ നിന്നോ മാത്രമേ ആ വിമാനങ്ങൾ ലഭിക്കൂ. യുഎസ് തങ്ങളുടെ F-35 നൽകാമെന്നും റഷ്യ Su-57E നൽകാമെന്നുമാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഇതിലേത് വേണമെന്ന് തീരുമാനമായിട്ടില്ല. റഫാൽ 4.5 തലമുറ യുദ്ധവിമാനമാണ്. ഇന്ത്യയുടെ സ്വന്തം തേജസ് 4ാം തലമുറ യുദ്ധവിമാനമാണ്. വൈവിധ്യമാർന്ന യുദ്ധവിമാനങ്ങളുടെ ഉപയോഗം വ്യോമസേനയെ കൂടുതൽ പ്രൊഫഷണലാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.